ഹായ് കൂട്ടുകാരെ, ഞാൻ രോഹിണി മോഹൻ. ഞാൻ ഇന്ന് ആദ്യമായിട്ടൊരു വീഡിയോ ഇടാൻ പോവുകയെന്ന് ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. കുറച്ച് മാങ്ങ കിട്ടി, ഞങ്ങൾ ഒരിടത്ത് കറങ്ങാൻ പോയി. അവിടുന്ന് ഞങ്ങൾക്ക് കുറച്ച് മാങ്ങ കിട്ടി, വിചാരിച്ച് ഒരു അച്ചാറിടാം. മാങ്ങ അച്ചാറാണ്, കടുമാങ്ങ അച്ചാർ. എന്നാൽ നമ്മൾക്ക് കിച്ചണിലോട്ട് പോകാം. ഇനി നമ്മൾക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ഇച്ചിരി ഉപ്പും ഇട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ അതിന് വേണ്ടത് വെളുത്തുള്ളി നമ്മൾ പൊളിച്ച് ചെറുതായിട്ട് കീറി വെച്ചേക്കുന്നു, കുറച്ച് ഇഞ്ചി, പിന്നെ കറിവേപ്പില കുറച്ച് കൂടുതലെടുക്കും, കഴുകി എല്ലാം ഉണക്കി വെച്ചേക്കുന്നു. അത് കത്രിക കൊണ്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറേ വെച്ചിട്ടുണ്ട്, അത് എടുത്തേക്കുന്നു. പിന്നെ മുളക് പൊടി ഇച്ചിരി കൂടുതൽ വേണം. നമ്മൾ മാങ്ങയുടെ അനുസരിച്ച് മുളക് പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവപ്പൊടി, കായം പൊടി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കടുക് നമ്മളൊന്ന് ചതച്ച് വയ്ക്കും അതിൻ്റെ അകത്ത് ചേർക്കാൻ. ഇത് ഇത്രയാണ് വേണ്ടത് കടുക് മാങ്ങയ്ക്ക്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം. അതിന് പാത്രം അടുപ്പിൽ വെച്ച് ഗ്യാസ് ചാലുവാക്കി അത് ചൂടാകുമ്പം അതിന് നമ്മൾക്ക് അച്ചാറിന് വേണ്ട എള്ളെണ്ണ ഒഴിച്ചുണ്ടാക്കിയാൽ നല്ലതാണ്. അതല്ലെങ്കിൽ കടുകെണ്ണയിൽ എല്ലാവരും ഉണ്ടാക്കും, നല്ലതാണത്. എള്ളെണ്ണ ആകുമ്പം നമ്മൾക്കൊക്കെ കൂടുതലും നമ്മളൊക്കെ ഉണ്ടാക്കുന്ന എള്ളെണ്ണയിലൊക്കെ ആയിരിക്കും. അത് അച്ചാർ കേട് വരാതിരിക്കാൻ കുറച്ച് കൂടുതൽ എണ്ണ വേണം അച്ചാറിന്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുകിട്ട് കൊടുക്കുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ കടുക് അതിനകത്തോട്ട് ഇടുകയാണ്. കടുകും ഇച്ചിരി കൂടുതലിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില അതിനകത്തോട്ടിടാം. വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ കൂടി ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കാം. നമ്മളിത് ഫ്രൈ ആക്കുമ്പം ആദ്യം ഇച്ചിരി പാസ്റ്റി വെച്ചിട്ട് അത് കഴിഞ്ഞ് ചൂടായി മൂത്ത് വരാൻ തുടങ്ങുമ്പം സ്ലോ ആക്കണം. സ്ലോ ആക്കിയ മുളക് പൊടിയൊക്കെ ഇടുമ്പം ഗ്യാസ് എക്ദം സ്ലോ, അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് ഫ്രൈ ആക്കിയാലും നല്ലതാണ്, അല്ലെങ്കിൽ കരിഞ്ഞു പോകരുത്. ഇപ്പം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിട്ട് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മസാലകളെല്ലാം ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് ഗ്യാസ് ഏറ്റവും കുറച്ച് വയ്ക്കണം, കരിഞ്ഞു പോകരുത്. പിന്നെ മുളക് പൊടി ഇട്ട്, ഉലുവപ്പൊടി, കായപ്പൊടി ഇട്ട്, നമ്മുടെ കടുക് കുറച്ച് ഒന്ന് പൊടിച്ച് വെച്ച്, ഒത്തിരി അങ്ങ് പൊടിയരുത്, പകുതി അങ്ങനെ പൊടിച്ച് അതും ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത്, അതല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് നമ്മൾ മാങ്ങയ്ക്കകത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഉപ്പും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കുക. ഗ്യാസ് ഓഫാകട്ടോ. ഇനി ഇത് മസാലയെല്ലാം മൂത്ത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി വിനാഗിരി ചേർക്കുക. അതിന് നമ്മുടെ മാങ്ങ വെച്ചിരുന്ന് കഴിഞ്ഞാൽ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വിനാഗിരി ചേർത്ത്, നമുക്ക് കൂടുതൽ അതിന് ചാറ് പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. ഇത് ഞാൻ മാങ്ങ ചാറ് ആയിട്ട് വെക്കുന്നില്ല, അതുകൊണ്ട് കുറച്ച് വിനാഗിരി ചേർത്ത് ഇനി ഞാൻ മാങ്ങ അതിനകത്തോട്ടിടുക.
ഗ്യാസ് ഓണാക്കി അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് മിക്സായി തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ മാങ്ങ അതിനകത്തിട്ടു മിക്സാക്കുകയാണ്. മസാലയെല്ലാം കൂടെ മിക്സാക്കുക. വിനാഗിരി ഒഴിച്ച് നല്ലതായിട്ട് തിളപ്പിച്ച് അത് ഓഫ് ചെയ്ത് ഞാൻ മാങ്ങ അതിനകത്തിട്ട് എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സാക്കി അങ്ങനെ വെച്ചു. ഇനി അത് ഒരു ഇച്ചിരി നേരം ഒന്ന് മിക്സാക്കിയിട്ട് അങ്ങനെ വെക്കുക. അടച്ച ഉടനെ അങ്ങ് വെക്കേണ്ട. വെച്ച് കഴിഞ്ഞാൽ ആ മാങ്ങ ഒത്തിരി വെന്ത് പോകും. ഇപ്പം ഇത്രയും ഇങ്ങനെ ആയിട്ട് ഇത് നല്ലതായിട്ട് ഇപ്പോൾ കടുമാങ്ങ ആയി. ഇനി ഇതിങ്ങനെ ഇരുന്നാൽ മതി. ഈ അച്ചാർ കുറേ നാളായാലും കേടാകത്തില്ല. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇരുന്നോളും. ഒരു വർഷത്തിൽ കൂടുതലായ അച്ചാർ എൻ്റെ അടുത്തിരിപ്പുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.